നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ? ജോലി തിരക്കാണോ തടസ്സം? വിഷമിക്കേണ്ട, ബാസ് സ്റ്റഡി സെന്റർ നിങ്ങളൊപ്പം ഉണ്ട്. BA, BCom, BBA, BSW പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെയിരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം? അല്ല. ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെന്റർ കൂടെയുണ്ട്. ഹലോ എവരിവൺ, എല്ലാവർക്കും ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് സ്റ്റുഡൻസ് വെയിറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് MBA MCA കോഴ്സുകൾ ലോഞ്ച് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് ഒഫീഷ്യലി ഒരു നോട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ എന്താണ് ആ നോട്ടിഫിക്കേഷൻ എന്നുള്ളതാണ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളൂ. നമ്മൾ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സ്റ്റുഡൻസ് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ MBA MCA കോഴ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞൊരു അക്കാഡമിക് ഇയർ എടുത്ത് നോക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കഴിഞ്ഞ ഇയറിൽ അവർക്ക് അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഈ ഒരു വർഷം യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്ന് ഒഫീഷ്യൽ ആയിട്ടുള്ളൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് ആ നോട്ടിഫിക്കേഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒഫീഷ്യലി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ 2026 ജാനുവരി ഇൻടേക്കിലേക്ക് MBA MCA കോഴ്സുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് അതിലേക്കുള്ള അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. 2026 ജാനുവരി 22-നാണ് ഈ ഒരു അഡ്മിഷന്റെ നോട്ടിഫിക്കേഷൻ യൂണിവേഴ്സിറ്റി ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യുന്നത്. ഫെബ്രുവരി 15 വരെ സ്റ്റുഡൻസിന് MBA MCA കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇവിടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് MBA MCA കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ എൻട്രൻസ് ത്രൂ മാത്രമാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇവിടെ നമുക്ക് MBA MCA കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് എൻട്രൻസ് എക്സാം അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ അവർക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ MBA MCA കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതായത് നിങ്ങളുടെ ഗ്രാജുവേഷൻ്റെ മാർക്ക് ഇവിടെ ഇമ്പോർട്ടൻസ് അല്ല. എൻട്രൻസ് എക്സാം നിങ്ങൾ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്തത് അല്ലെങ്കിൽ അതിൽ എത്ര മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്നുള്ളതിൻ്റെ ബേസിലായിരിക്കും നിങ്ങൾക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ MBA MCA കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഈ രണ്ട് കോഴ്സുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് 100 അതായത് MBAക്ക് 100 MCAക്ക് 100 ടോട്ടൽ 100 സീറ്റുകൾ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ എൻട്രൻസ് എക്സാം ഒക്കെ ക്ലിയർ ആക്കിയിട്ട് ഈ 100 സീറ്റിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് മാത്രമേ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ MBA MCA കോഴ്സുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരുപാട് കുട്ടികൾക്കുള്ള ഡൗട്ടായിരിക്കും ഈ എൻട്രൻസ് എക്സാം എവിടെ നടക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിൽ 3 ജില്ലകളിൽ മാത്രമേ എൻട്രൻസ് എക്സാമുകൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കണ്ടക്ട് ചെയ്യുന്നുള്ളൂ. ആ ഒരു 3 ജില്ലകൾ എന്ന് പറയുന്നത് തിരുവനന്തപുരം, എറണാകുളം, അതുപോലെ തന്നെ കോഴിക്കോട്. ഈ 3 ജില്ലകളിലാണ് എൻട്രൻസ് എക്സാമുകൾ നടക്കുന്നത്. അതുപോലെ തന്നെ MBA MCA കോഴ്സുകളുടെ LSCകൾ എന്ന് പറയുന്നതും ഈ 3 ജില്ലകളിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ MBA MCA കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ നമ്മൾ എൻട്രൻസ് അറ്റൻഡ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എൻട്രൻസ് എക്സാം എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒരുപാട് സ്റ്റുഡൻസിന് ഡൗട്ട് ഉണ്ടായിരിക്കും. ടോട്ടൽ നമുക്ക് 120 ക്വസ്റ്റ്യൻസ് ആണ് വരിക. MCAയുടെ എൻട്രൻസ് എക്സാം ആണെങ്കിലും MBAയുടെ എൻട്രൻസ് എക്സാം ആണെങ്കിലും ടോട്ടൽ 120 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഈ 120 ക്വസ്റ്റ്യൻസിന്റെ സിലബസ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ കൂടെ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെ സിലബസിൽ നിന്ന് എത്രയൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഇപ്പോൾ നമുക്ക് എൻട്രൻസ് എക്സാമിന് ടോട്ടൽ വരുന്നത് 120 ക്വസ്റ്റ്യൻസ് ആണ്. 120 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യണം. നമുക്ക് OMR ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, അതായത് MCQ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ MCQ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു എൻട്രൻസ് എക്സാം പാസ്സാവാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ സിലബസ് ഏതൊക്കെയാണെന്ന് അറിയണം എന്നുള്ളവർ ആ ഒരു നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക. അതിൽ സിലബസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ടോട്ടൽ 120 മിനിറ്റ് ആണ് വരുന്നത്. 120 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക.
ഇനി എൻട്രൻസ് എക്സാം എഴുതി പാസ്സായാലും നമുക്കൊരു സീറ്റ് റിസർവേഷൻ ഉണ്ട്. ആ സീറ്റ് റിസർവേഷൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പൺ മെറിറ്റിന് 50% ആണ് റിസർവേഷൻ വരുന്നത്. പിന്നെ EWS കമ്മ്യൂണിറ്റിക്ക് 10%, സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് അതായത് OBC കമ്മ്യൂണിറ്റീസിന് 30%, പിന്നെ SC ST കുട്ടികൾക്ക് അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ് അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് ട്രൈബ് കുട്ടികൾക്ക് 10% സീറ്റ് റിസർവേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ എൻട്രൻസ് എക്സാം ഒക്കെ പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ MBA MCA കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു MBA MCA കോഴ്സുകൾ എന്ന് പറയുന്നത് വളരെ ക്വാളിറ്റി ഉള്ള കോഴ്സുകളാണ്. കാരണം ഒരുപാട് സ്റ്റുഡൻസിന്റെ ഇടയിൽ നിന്നും എൻട്രൻസ് എക്സാമുകൾ എഴുതി അതിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രമേ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ MBA MCA കോഴ്സുകൾ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ക്വാളിറ്റി ഉള്ള എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇത്രയും ക്വാളിറ്റി ഉള്ള MBA MCA കോഴ്സുകൾ നിങ്ങൾക്ക് ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ്, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒഫീഷ്യലി ഈ ഇയറിലേക്കുള്ള MBA MCA കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻസ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ MBA MCA കോഴ്സുകൾക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്തോളൂ. അപ്പോൾ MBA MCA കോഴ്സുകൾ ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരു സുവർണ്ണ അവസരമാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒരുക്കി തന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമന്റ് സെക്ഷനിൽ കമന്റ് ആയിട്ട് അറിയിച്ചാൽ മതി. അപ്പോൾ നമുക്ക് മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എനിവേ, താങ്ക് യു.